നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം ആരാണ്? ഓരോരുത്തർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. ലയണൽ മെസ്സിയെ ആ സ്ഥാനത്ത് പരിഗണിക്കുന്നവർ നിരവധിയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആ സ്ഥാനത്ത് പരിഗണിക്കുന്നവരുണ്ട്. അതേസമയം ഇതിഹാസങ്ങളായ മറഡോണ, അതുപോലെ തന്നെ പെലെ, അതുപോലെ തന്നെ സിദാൻ, റൊണാൾഡോ നസാരിയോ, ക്രൈഫ്, ഇങ്ങനെ പല ഇതിഹാസങ്ങളെയും ആ ഒരു സ്ഥാനത്ത് പരിഗണിക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒപ്റ്റയുടെ കണക്കുകളാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഒഫീഷ്യൽ ഗോളുകൾ ഉള്ള താരം, അത് ഒന്നാം സ്ഥാനത്തുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 885 ഗോളുകളാണ് ഇതുവരെ അദ്ദേഹം നേടിയിട്ടുള്ളത്. ലയണൽ മെസ്സി രണ്ടാം സ്ഥാനത്ത് വരുന്നു, 826 ഗോളുകൾ. മൂന്നാം സ്ഥാനത്ത് ജോസഫ് ബീക്കൺ വരുന്നു, അദ്ദേഹം 805 ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ ഉള്ള താരം ആരാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അത് ഒപ്റ്റയുടെ കണക്കുകളാണ്, ഒഫീഷ്യൽ കണക്കുകളാണ്. ഒന്നാം സ്ഥാനത്ത് വരുന്നത് ലയണൽ മെസ്സിയാണ്. 363 അസിസ്റ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഫറങ്ക് പുഷ്കാസ് വരുന്നു, 359 അസിസ്റ്റുകൾ. മൂന്നാം സ്ഥാനത്ത് യോഹാൻ ക്രൈഫ് വരുന്നു, 358 അസിസ്റ്റുകൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്ത താരങ്ങൾ, ഇത് 2006-07 സീസൺ മുതലുള്ള കണക്കാണ്, ഒപ്റ്റയുടെ കണക്കാണ്. അവിടെ തൊട്ട് ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ നടത്തിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് ലയണൽ മെസ്സി തന്നെയാണ്. 2358 ഡ്രിബിളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ഈഡൻ ഹസാർഡ് വരുന്നു, 1285 ഡ്രിബിളുകൾ. മൂന്നാം സ്ഥാനത്ത് ഫ്രാങ്ക് റിബറി, 1061 ഡ്രിബിളുകൾ. അതുപോലെ തന്നെ ഫ്രാൻസ് ഫുട്ബോൾ ബാലൻഡിയോർ പുരസ്കാരം ഏറ്റവും കൂടുതൽ ഉള്ള താരം അത് ലയണൽ മെസ്സിയാണ്, 8 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ. രണ്ടാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 5 ബാലൻഡിയോറുകൾ. മൂന്നാം സ്ഥാനത്തുള്ള യോഹാൻ ക്രൈഫ് 3 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫിഫ ബെസ്റ്റ് അവാർഡുകൾ ഉള്ള താരവും മെസ്സി തന്നെയാണ്. 8 തവണയാണ് മെസ്സി ഫിഫ ബെസ്റ്റ് നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ 5 തവണ നേടി. മൂന്നാം സ്ഥാനത്തുള്ള സിനദിൻ സിദാൻ 3 തവണ നേടി. അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾഡൻ ബോളുകൾ നേടിയ താരം അത് ലയണൽ മെസ്സിയാണ്. 2 തവണയാണ് അദ്ദേഹം ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ളത്. ഓരോ തവണ നേടിയ ഡിയഗോ മറഡോണയും ഒലിവർ ഗാനും റൊണാൾഡോ നസാരിയോയും ഒക്കെ തൊട്ട് പിറകിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടുള്ള താരം അതും മെസ്സിയാണ്. 6 ഗോൾഡൻ ബൂട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. രണ്ടാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് 4 ഗോൾഡൻ ബൂട്ടുകൾ. മൂന്നാം സ്ഥാനത്തുള്ള ലൂയിസ് സുവാരസ് 2 ഗോൾഡൻ ബൂട്ടുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ ഉള്ള താരങ്ങളുടെ കണക്ക് ഒപ്റ്റ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഡൊമസ്റ്റിക് ലീഗുകളും ചാമ്പ്യൻസ് ലീഗുകളും ഒരുമിച്ച് കൊണ്ടാണ് 2009-10 സീസൺ മുതലുള്ള കണക്കുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവിടം തൊട്ട് ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളതും ലയണൽ മെസ്സി തന്നെയാണ്. 318 മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നു, 168. മൂന്നാം സ്ഥാനത്ത് സിലാറ്റൻ ഇബ്രാഹിമോവിച്ച് 116 മാൻ ഓഫ് ദി മാച്ചുകൾ. അതുപോലെ തന്നെ IFFHSന്റെ ഏറ്റവും മികച്ച പ്ലേ മേക്കർക്കുള്ള പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയത് മെസ്സിയാണ്, 5 പുരസ്കാരങ്ങൾ. രണ്ടാം സ്ഥാനത്ത് ചാവി വരുന്നു, 4. മൂന്നാം സ്ഥാനത്ത് കെവിൻ ഡിബ്രൂയിനെ വരുന്നു, 3 പുരസ്കാരങ്ങൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡ് നേടിയിട്ടുള്ള താരം മെസ്സിയാണ്, 7 തവണ. രണ്ടാം സ്ഥാനത്ത് ഉറോഗ്യൻ ഇതിഹാസമായ ഹൊസെ നസാസി വരുന്നു, 3 തവണ. മൂന്നാം സ്ഥാനത്ത് ബ്രസീലിയൻ ഇതിഹാസം പെലെ വരുന്നു, 2 തവണ. അതുപോലെ തന്നെ മേജർ ട്രോഫികൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മെസ്സിക്ക് തന്നെയാണ്, 44 ട്രോഫികൾ. രണ്ടാം സ്ഥാനത്ത് ഡാനി ആൽവസ് 43 ട്രോഫികൾ. മൂന്നാം സ്ഥാനത്ത് ആൻഡ്രസ് ഇനിയാസ്റ്റ 37 ട്രോഫികൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തിഗത അവാർഡുകൾ ഉള്ള താരവും മെസ്സി തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയും മൂന്നാം സ്ഥാനത്ത് റൊണാൾഡോ നസാരിയോയും വരുന്നു. അപ്പോൾ ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ലയണൽ മെസ്സിയുടെ ഒരു ആധിപത്യം തന്നെയാണ്. അദ്ദേഹം എല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒപ്റ്റയുടെ കണക്കുകൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.